ഒറ്റപ്പാലത്തുനിന്ന് വെളുപ്പിനെ പുറപ്പെട്ട ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പൊ നമ്പൂരെ കൊണ്ടുവരാണ്ടിരിക്കൂ. ഏയ്, അയാളുടെ കയ്യും കാലും ഒടിച്ചിട്ടാണല്ലോ യേശുവേട്ടൻ ആളെ ഇവിടെ എത്തിക്കും. കയ്യെ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെക്കാൻ എന്ത് ചെയ്യും? ഓ, അതൊരു പ്രശ്നമാണല്ലോ. അപ്പൊ നമ്പൂതിരി വന്നു തോന്നുന്നു. ഓം ശാന്തി കൃഷ്ണ നമഃ നമഃ നമഃ. എവിടെ അപ്പം നമ്പൂതിരി? നോമാണ് അപ്പം നമ്പൂതിരി. ദേ കളിക്കല്ലേ, യേശുവേട്ടൻ അപ്പം നമ്പൂരിയായിട്ട് വരാന്ന് പറഞ്ഞിട്ട്. യേശുവേട്ടൻ അപ്പം നമ്പൂരിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്പൂരിയായിട്ട് വന്നിരിക്കുന്നു. ഇതെന്ത് കോലാണത്? കോലോ? വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ മേക്കപ്പാ. എന്തിന്? എന്റെ ചെസ്റ്റിലേക്ക് നോക്കിയ ടൊയ്നൂല് അല്ല പൂണൂല് കോണാമ്പര സംഘടിപ്പിച്ച സെയിം കളർ റെഡ്. ഇതേ കാണണം. ഇത് കുഴപ്പമാവൂട്ടാ. എന്നാ പച്ചയുണ്ട് ഗ്രീൻ. എന്ത്? എന്റെ യേശുവേട്ട അപ്പം നമ്പൂതിരി ഒരു വയസ്സനാ. ഓ മൈ ഗോഡ്. നരയിട്ടാലോ? നരയിട്ടാലൊന്നും ശരിയാവില്ല. യേശുവേട്ടൻ എന്തിനാ ഈ കോലം കെട്ടിയത്? ഞാൻ ഇതിനകത്ത് കയറി പറ്റാതെ എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ പറ്റുക? ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ കുരിശല്ലോ കർത്താവേ. ആഹാ, കുരിശും കർത്താവും നല്ല താറ നമ്പൂതിരി ഭാഷ. ഭാഷ തറയാണെങ്കിലും ഫുൾ ടൂൾസ് ആയിട്ടാ വന്നിരിക്കുന്നത്. ടൂൾസാ? കബഡി 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 അല്ല കവടി. എന്ത് വാഴക്കൊലകളാകട്ടെ, അതും ചെസ് കളിക്കണ പറയൊക്കെ ഉണ്ട്. എന്റെ അമ്മോ, കവടി നിരത്തുന്ന പലക. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? പ്രൊഫസർ കുട്ടിയത് വാടക പേരുടെ 150 രൂപ. എന്റെ ഈശ്വര, എന്റെ ബുദ്ധി സമ്മതിക്കണം. അതാണ് വർമാജി. വർമ്മ ചേച്ചി, വർമാജി ബഹുമാനം. വർമ്മ ചേച്ചി നോമപ്പം നമ്പൂരി. അപ്പം നമ്പൂരിയുടെ മകനാണ്. മഹത് വ്യക്തിയാണ്. എന്താ പേര്? യേശു. കേശു നമ്പൂതിരി. നമ്പൂരിയായി പോയി. അച്ഛനേക്കാൾ കേമൻ മകനാണെന്നാണ് നാട്ടുകാര് പറയുന്നത്. ഇല്ല, ഞാൻ പറയും. നാട്ടിലൊക്കെ നോമിന് നല്ല പേരാ. എന്ത് കേസ് വന്നാലും നോമിന്റെ തലയില. അതെ, പ്രശ്നം വെച്ചാ അച്ഛട്ടാ. പ്രശ്നം ഉണ്ടാക്കാൻ ആരൊക്കെ വരുന്നറിയോ? പോലീസുകാര്, ഗുണ്ടകള്, പിന്നെ ജഡ്ജിയെ കാണാൻ മാത്രം നോമ അങ്ങോട്ട് ചെല്ലും. പ്രശ്നം വെപ്പിക്കാനായിട്ട്. മഹത് വ്യക്തിയാണ്. വരികയാണല്ലോ വരികയാണല്ലോ. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? തണുത്ത സോഡ ഗ്ലാസ്. അതെ, ഗ്യാസിന്റെ അസുഖങ്ങളുണ്ട്. ഗ്യാസ് പുറത്ത് കളയാനായിട്ട് ഗ്യാസ് നല്ല ഗ്യാസ് ആണ്. നന്നായിട്ട് ഗ്യാസ് ആയിക്കോട്ടെ. വേഗം എല്ലാം നശിപ്പിക്കരുത്. ആയുഷ്മാൻ ഭവാനി ചേച്ചി. ആരും ഭവാനി ചേച്ചി? എന്താണത്? കേട്ടില്ലേ, സിനിമയിലൊക്കെ ഇങ്ങനത്തെ വേഷം കിട്ടുമ്പോ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ പറയുന്നത്. മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇത് മതിയാ? മതി മതി. ഇതാ കൊച്ചു പുസ്തകം വർമാജി പടം കാണാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുക. പടം ഒന്നും കാണില്ലടാ. ഇതാ കൊച്ചിന്റെ ജാതകാണ്. അയ്യേ, അതെ, രാശി പലകിൽ എന്തെങ്കിലും എഴുതി വെക്കും. തറപറന്നൊക്കെ എഴുതിയാ മതി. തറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്, നീ തന്നെ എഴുത്. ഇയാൾ എഴുതി എല്ലാം കൊളാവും. ആരെങ്കിലും ഉണ്ടോ നോക്ക്. അയ്യേ, ഇതിൽ ഇനിയുണ്ട് ശങ്കൾ. ഇത് മുഴുവൻ വേണം. കളയല്ലേ. ഞമണിക്കൊക്കെ എന്താ വിലയെന്നറിയോ? ഞൗണിക്കല്ല, അത് കവടിയാണ്. ഗുബൂലിൽ 2 വെച്ചോ. അതൊക്കെ പിന്നെടുത്ത് വെച്ചാൽ മതി. ഓം നീക്കോനാച്ച. ഇരുന്നോളൂ. നിങ്ങളും ഇരുന്നോളിക്കോളുക. ഓം ദിഗംബരശനായ. കണ്ണട മാറ്റ്. ഗ്ലാമർ കൂടി പോയല്ലേ. അപ്പോ എന്തൊക്കെയാ? തലക്കുറി. ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചു നാളായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായി. അതാണ്, ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ. തമ്പുരാനോട് നക്ഷത്രം ചോദിക്കേ. ഇപ്പൊ എന്തിനാ നക്ഷത്രം? ക്രിസ്മസ് വെച്ച് കടവട്ടി. അതല്ല, തമ്പുരാന്റെ നക്ഷത്രം മൂലല്ലെന്ന് ചോദിക്കേ. തമ്പുരാന്റെ നക്ഷത്രം മൂലം അല്ലേ? അതെ. മുഖത്ത് എഴുതി വെച്ചിരിക്കണു, മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചൊല്ല്. വാ വെച്ച് കൊല്ലാൻ തന്നെ തെറ്റും, പിന്നെയാണ് മൂലം വെച്ച് കൊല്ലണം. ഞങ്ങൾക്കറിയേണ്ടത് ഇവളുടെ വിവാഹം, ആയുസ്. കവടി കഷ്ക്. എന്തോടെ കൊപ്പ ചെയ്യണ്ടു? കവടി കഷ്കും എന്തെങ്കിലൊക്കെ പോറ. വിടാൻ തോന്നലടാ. എന്തൊരു സുഖം ഇത്. വെറുതെ അല്ലേ ജോത്സ്യന്മാര് ഇതിനെ പിടിവിടാത്തത്. ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കേ. എന്താ പിന്നെ ചെയ്യണ്ടത്? കളത്തിലേക്ക് വെക്കേ. ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം പറ. കന്നിമതിയാ. അത് പാട്ടിയുടെ മാസല്ലേ? ചിങ്ങമാസത്തിന്റെ ഒരു ശ്ലോകം ചൊല്ലേ. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാകും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഡോക്ടറോടും ജോത്സ്യരോടും കള്ളം പറയുന്ന. അത് അബദ്ധത്തിൽ പുടവ കൈമാറിപ്പോയതല്ലേ? അതിന് പ്രായശ്ചിത്തവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പ്രായശ്ചിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഒരു വിവാഹം. നോ ചാൻസ്.
കുട്ടിയുടെ ആയുസ്സൊന്ന് നോക്കിയാൽ. അതെ. ആയിസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്ക്. ആയുസിന്റെ കബടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായുസ. എന്താ? അത് ഈ ദീർഘായുസാണ് ഇനി മുതൽ എന്നാണ് പറയണത്. എന്താ പിന്നെ ബാക്കി നാളെ ആവാം. വീശാൻ സമയമായിരിക്കണു. എന്താ? തെക്കൻ കാറ്റ് വീശാറായാ പിന്നെ അത് ഈ രാശി പറയുന്നതിന്റെ ഒരു ഇല്ലേ? കയ്യും പറക്കും. ഓഹോ. അസ്തമിക്കാറായിരിക്കണു. ആ, ശരി. അസ്തമിച്ചു കഴിഞ്ഞാ എന്നാ പിന്നെ ധൃതി കൂട്ടണ്ട, വിശദമായിട്ട് നാളെ ആവാം. ആയിക്കോട്ടെ വരിക. ആയിക്കോട്ടെ ആയിക്കോട്ടെ.